ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇവിടെ ചർച്ചയെല്ലാം സരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതെ, സരിൻ്റെ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ചർച്ച. പിന്നീട് നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നു DYFI നേതാവേ? നിങ്ങളുടെ നീല ട്രോളി ബാഗ് കൊണ്ടുവന്നില്ലേ? എന്തേ നിങ്ങളൊരു FIR പോലും എടുത്തില്ല? എന്തേ നിങ്ങൾ ആ ആരോപണത്തിൽ നിന്ന് ഒളിച്ചോടി? എന്തേ നിങ്ങളുടെ നേതാക്കന്മാർക്കെല്ലാം വിരുദ്ധ അഭിപ്രായം ഉണ്ടായി ആ വിഷയത്തിൽ? മാത്രമല്ലോ DCCയുടെ ഭാഗത്തുനിന്ന് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ നേതാക്കന്മാരെല്ലാമാണല്ലോ ഈ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യമുണ്ടെന്നേ, വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ അതിനകത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ട. ഇവിടെ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് വിട്ടുന്നതായിട്ട് താങ്കൾക്കറിയാമോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായെന്ന് അറിയാമോ? ശ്രീ VK ശ്രീകണ്ഠനാണ്. നിങ്ങൾ ഈ പറയുന്ന കത്തിനകത്ത് ഒപ്പിട്ടതിനെ കുറിച്ച് പറയുന്നത് അതേക്കുറിച്ചൊക്കെയാണല്ലോ. ശ്രീ VK ശ്രീകണ്ഠൻ നേതൃത്വത്തിൽ ചെയർമാനായിരുന്നുകൊണ്ട് ഇലക്ഷൻ ഏജൻറ്റായി ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ DCC പ്രസിഡന്റ് ശ്രീ A തങ്കപ്പൻ ഉൾപ്പെടെ വളരെ സജീവമായി ഈ ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാർ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഞങ്ങൾ പാർട്ടിയോട് പറയാറുണ്ട്. ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ മൈക്ക് വെച്ചിട്ടല്ലോ പറഞ്ഞത്. ഞങ്ങൾ പാർട്ടിയിൽ അറിയിക്കാറുണ്ട്. പാർട്ടി തീരുമാനം എടുത്തതിന് ശേഷം ആരെങ്കിലും വിരുദ്ധമായി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് പമ്പര വിഡിത്തമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ കഴിവിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജയിക്കുന്നത് ഞങ്ങൾ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തനിയാവർത്തനം ഇവിടെയും ഉണ്ടാകും, ചേലക്കരയിലും ഉണ്ടാകും. ഒന്നായി തർക്കം വേണ്ട. വയനാട്ടിൽ പിന്നെ നമ്മൾ പറയുകയും വേണ്ട. സന്ദീപ് വാര്യരുടെ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സുപ്രഭാതത്തിലും സിറാജിലും ഒക്കെ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പരസ്യം, ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത ആ പരസ്യം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടിച്ചു എന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഈ 60 മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇനി 59 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ നിലപാട് ഈ BJPയേക്കാൾ വലിയ അവസരവാദികളായി നിങ്ങൾ മാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, BJPയിൽ നിന്നൊരു നേതാവ് കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഇത്ര വിരൽ കൂടുന്നത്? നിങ്ങൾ എന്തിനാണ് BJPയുടെ നേതാക്കന്മാർ ഇത്തരത്തിലൊരു സപ്ലിമെൻറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം പത്രത്തിൽ അവർക്ക് ജന്മഭൂമിയിൽ ഇത്തരത്തിലൊരു സപ്ലിമെൻറ്റ് കൊടുത്താൽ നമുക്ക് മനസ്സിലാകും. CPMൻ്റെ നേതൃത്വത്തിൽ അത് സുപ്രഭാതത്തിലും സിറാജിലും BJPയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിൽ പോയതിനെ സംബന്ധിച്ച് ആ BJPക്കാരനെ ആക്ഷേപിച്ചുകൊണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പത്രപരസ്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? BJPയുടെ B ടീമായി CPM പ്രവർത്തിച്ചു എന്നല്ലേ? BJPക്ക് വേണ്ടിയല്ലേ നിങ്ങൾ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ആ രീതിയിൽ CPMൻ്റെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നിങ്ങൾ ആരെയൊക്കെയാണോ ടാർജ് ചെയ്തിട്ടുള്ളത് അവരെല്ലാം വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങളുടെ പിന്നിൽ അണിചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കം വേണ്ട. പിന്നെ ഡീലിനെ സംബന്ധിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നത് നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഡീലിനെ കുറിച്ച് BJPയുടെ പ്രതിനിധിയും അതുപോലെ CPMൻ്റെ പ്രതിനിധിയും പറഞ്ഞു. BJPയുടെ പ്രതിനിധി പറയുന്നത് എന്താ? CPMൻ്റെ പ്രതിനിധി പറയുന്നത് എന്താ? ഞങ്ങളും BJPയും തമ്മിൽ ഡീലുണ്ട്. അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധി പറയുന്നത് ഞങ്ങളും CPM തമ്മിൽ ഡീലുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ CPM ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെങ്കിൽ ഞാൻ BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നു, നിങ്ങൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അങ്ങനെയാണോ? നിങ്ങൾ CPMൻ്റെ വോട്ട് മേടിച്ചിട്ടാണോ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്? CPMന് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർമാരുടെ എണ്ണം തുച്ഛമാണല്ലോ. അവിടെ CPMുമായിട്ടുള്ള ബാന്ധവത്തിൻ്റെ പുറത്താണോ ജയിക്കുന്നത്? അപ്പോൾ വസ്തുതകളായി കണ്ട് സംസാരിക്കൂ. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, 3 മുന്നണികളും മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ A ക്ലാസ് കോൺസ്റ്റിറ്റ്യുൻസി എന്ന നിലയിൽ ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. നമ്മൾ വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയിട്ട് കാര്യമില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും 2ാം സ്ഥാനത്ത് ആര് എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കണക്കുകളുടെ പിൻബലത്തോടുകൂടി സംസാരിച്ചാൽ BJPയാണ് മുൻകാലങ്ങളിൽ അങ്ങനെ വന്നിട്ടുള്ളത്. പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നു, എൻ്റെ ഉപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ 96 വരെ നിങ്ങൾക്ക് 2006 വരെ നിങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. KK ദിവാകരൻ MLA ആയിരുന്നു, ശരിയാണ്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയിട്ടുണ്ട്. BJP മെല്ലെ നടന്നെടുത്തു. BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഡീലിമിറ്റേഷന് ശേഷം ഞങ്ങൾക്ക് ശ്രീധരൻ ഇവിടെ മത്സരിച്ചപ്പോൾ 4% വോട്ട് ഷെയർ കുറഞ്ഞു എന്നതൊഴിച്ചാൽ CPMനെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലുമായിട്ട് 10.22% വോട്ടിൻ്റെ ഷെയർ കുറവുണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേട്ടു UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊക്കെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം വന്നു നിന്നിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? പിന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നതും കേട്ടു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. വസ്തുതകളായല്ലോ. ആ വോട്ടെണ്ണി തിട്ടപ്പെടുത്തിയാൽ മതിയല്ലോ. അത് നമുക്ക് കാത്തിരിക്കാം. ആ വോട്ടെണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, രാഹുൽ മാങ്കൂട്ടം 5 അക്ക ഭൂരിപക്ഷത്തിൽ 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.